ലോകമെങ്ങും ഇപ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് സന്ദേശം വളരെ ലളിതമാണ്. യഹൂദിയിൽ ബത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിൽ ആട്ടിൻകൂട്ടത്തെ രാത്രിയിൽ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്ന ആട്ടിടയരെ ദൈവദൂതന്മാർ അറിയിച്ചു, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷമായി സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് ക്രിസ്തുമസ് സീസണിൽ നാം കൊണ്ടാടുന്നത്. ബത്ലഹേം പട്ടണത്തിലെ ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ച് ഗലീലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ സാധാരണ മനുഷ്യരോടൊപ്പം താതാത്മ്യപ്പെട്ട് ജീവിച്ച് മനുഷ്യത്വത്തിൻ്റെ ശുശ്രൂഷകനും പ്രവാചകനുമായതുകൊണ്ട് അവസാനം എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് അവഹേളിതനും അപമാനിതനുമായി ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും അവൻ ഉയർത്തിപ്പിടിച്ച ദൈവരാജ്യ മൂല്യങ്ങളുമാണ് ക്രിസ്തുമസിൻ്റെ കാതലായ സന്ദേശം. അധികാരം സ്ഥാപിക്കാൻ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കാലത്ത് ക്രിസ്തുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനത്തിൻ്റെ മൂല്യത്തിന് സമാനതകളില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം വിളിച്ചറിയിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ദേശം ഇരുട്ടിലാണ്, ജനം മരണനിഴലിലാണ് എന്ന്. ഇരുളിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവചിച്ചു. ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം. നാം ഇന്ന് കാണുന്നത് പോലെ സമൃദ്ധിയുടെ ഒരു കളിത്തൊട്ടിലല്ല യേശു പിറന്നത്. പിന്നെയോ മനുഷ്യാവകാശ ലംഘനങ്ങളും അനീതിയും അധാർമികതയും ക്രൂരമായ അരക്ഷിതാവസ്ഥയും അസമാധാനവും നിറഞ്ഞു നിന്ന സാഹചര്യത്തിലായിരുന്നു ക്രിസ്തുവിൻ്റെ ജനനം. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പേ സെക്കരിയാവ് പുരോഹിതൻ ഇപ്രകാരം പാടി, ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ ദേശത്തും ഇരുൾ വ്യാപിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. മരണത്തിൻ്റെ നിഴലിലും നാം അകപ്പെട്ടിരിക്കുന്നു. സനാതന മൂല്യങ്ങളെല്ലാം തന്നെ ഇന്ന് സാമ്രാജ്യത്വ മതഭ്രാന്തന്മാർ തകർക്കുകയാണ്. വർഗീയ വിഷം ചീറ്റുന്ന നേതാക്കന്മാരെ മുന്നിൽ നിർത്തി സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും പേര് പറഞ്ഞ് ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന രീതിയിൽ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുന്നവർക്ക് ക്രിസ്തുമസിൻ്റെ സന്ദേശം ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. ഇന്ത്യയിലെ ബഹുസ്വര ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യ മൂല്യങ്ങളെ ഭൂരിപക്ഷ മതിഭ്രമവും ഏകാധിപത്യ ഭരണത്വരയും കവർന്നെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ലോകമൊക്കെയും പേർവഴി ചാർത്തേണം, പൗരത്വം രേഖപ്പെടുത്തണമെന്നുള്ള ഔഗസ്തോസ് കൈസരുടെ ആജ്ഞയനുസരിച്ച് നസറത്തിൽ നിന്നും ബത്ലഹേമിൻ്റെ വഴിവക്കിലേക്ക് കുടിയിറക്കപ്പെട്ട, അതിരിടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട മറിയ എന്ന യുവതിയും അവളുടെ കുഞ്ഞും അവർക്ക് കാവലാകാൻ സ്വയം സമർപ്പിച്ച ജോസഫ് എന്ന പുരുഷനുമാണ് ക്രിസ്തുമസിൻ്റെ ആളത്ത ആഹ്വാനങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. കാലാകാലങ്ങളിൽ പൗരത്വ രാഷ്ട്രീയം തെരുവിലാക്കിയ അനേകം കുടുംബങ്ങളുടെ പ്രതിനിധികളാണിവ. തെരുവനുഭവത്തിൻ്റെ ഭാഗമായ കാലിത്തൊഴുത്തിലേക്ക് ദൈവീകതയെ ഇറക്കിക്കൊണ്ടുവന്ന് മാനവികതയുടെ നീതിബോധമാണ് ഈ അഭയാർത്ഥി കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു സാന്നിധ്യം. ദൈവരാജ്യത്തിൻ്റെ പൗരത്യ നിർമ്മിതി സമാരംഭിക്കുന്നത്
ഇവരുടെ ചെറുത്തുനിൽപ്പിൽ നിന്ന് തന്നെയാണ്. സർവജനത്തിനും മഹാസന്തോഷം, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഇതായിരുന്നുവല്ലോ ക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശം. ജീവൻ, എല്ലാവർക്കും സമൃദ്ധിയായ ജീവൻ നൽകാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് ക്രിസ്തു അരുളി ചെയ്തു. എന്നാൽ ഇന്ന് ഈ സന്തോഷവും സമാധാനവും സമൃദ്ധിയായ ജീവനും ആർക്കാണ് അനുഭവിപ്പാൻ കഴിയുന്നത്? സന്തോഷം, സമത്വം, സമാധാനം, സാഹോദര്യം, നീതി, മതനിരപേക്ഷത, സമൃദ്ധിയായ ജീവൻ, ഇതൊക്കെ മൂല്യങ്ങളായിട്ട് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് ഉറക്കെ ഘോഷിച്ച ബഹുസ്വരതയുടെയും വൈവിധ്യങ്ങളുടെയും കേദാരമായ ഇന്ത്യയിൽ ദരിദ്രർക്ക്, അശരണർക്ക്, ആലംബഹീനർക്ക്, പരദേശികൾക്ക്, സ്ത്രീ സമൂഹത്തിന്, പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് എല്ലാം മതത്തിൻ്റെയും ജാതിയുടെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും പേരിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്, നീതി നിഷേധിക്കപ്പെടുകയാണ്. ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള, നീതി നിഷേധത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഇന്നത്തെ ക്രിസ്തുമസ്. ലോകൈകനാഥനായ ക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള സമാധാനപൂർവമായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ദൈവം സകല ജനത്തിനും നൽകിയ അവർണ്ണനീയമായ സമാധാനത്തിൻ്റെ സമ്മാനമാണല്ലോ ക്രിസ്തു. നീതി നിഷേധങ്ങൾക്കെതിരെ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നാം പരസ്പരം സമാധാന സമ്മാനങ്ങളായി മാറുമ്പോഴാണ് ക്രിസ്തുമസ് ആഘോഷം അർത്ഥപൂർണമാകുന്നത്. എല്ലാവർക്കും TCVയുടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.